നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ വാഴയിൽ നിന്ന് ഒരു 3-4 കൊല കുത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ വിളവെടുപ്പാണ്. ഞാൻ ആ വാഴ വെക്കുന്ന സമയം മുതലേ അതിൻ്റെ എല്ലാ കാര്യങ്ങളും വീഡിയോ എടുത്ത് കാണിച്ചുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാഴയിലെ കൊല ഇന്ന് ഒരു 3-4 കൊത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഈ മൗന്നി എടുത്ത് വെച്ചതാണ്. ഇത് വാഴക്കൊലയുടെ താഴെ വശം ഉണ്ടാകുന്നില്ല മൗന്നി, അതാണിത്. നിങ്ങൾ അങ്ങോട്ടെല്ലാം എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇത് വെച്ചൊരു ഉപ്പേരി ഉണ്ടാക്കാം നമുക്കിന്ന്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെല്ലാം എടുത്തിട്ട് ഇത് കണക്കെ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. ഇതിൻ്റെ ആ മുൻവശമില്ല ആ സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് അരിഞ്ഞ് കളയണം. അത് വേണ്ട. അപ്പോൾ അതിനൊന്ന് അരിഞ്ഞിട്ട് നമുക്കിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ പെട്ടെന്ന് പണിയും ഒരുങ്ങി കിട്ടും. അപ്പോൾ നമുക്കിങ്ങനെ ആക്കിയിട്ട് അരിഞ്ഞെടുക്കാം. അങ്ങനെ ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അങ്ങനെ മൗനീരെ മൊത്തം മൂടെല്ലാം നന്നായി മുറിച്ച് കഴിഞ്ഞു. വൃത്തി കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ചതച്ചെടുക്കാം. ഒന്നെങ്കിൽ അമ്മിയിലിട്ട് ചതക്കണ്ട അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ വെളുത്തുള്ളി ചതക്കുന്ന കല്ലിലിട്ട് അതിലെടുക്കാം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് തിരിച്ചെടുക്കാം. ഇപ്പം നമുക്ക് അങ്ങനെ ഇങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് തിരിച്ചെടുത്തിട്ട് വരാം. ഞാൻ മൗന്നി വറവനിലെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ആ മൗന്നി നന്നായി കഴുകിയിട്ട് ഒന്ന് ഉടച്ച് വെച്ചതാണ്. ഇതിൻ്റെ കളറ് മാറിയത് എന്താണെന്ന് പറയുന്നത്, നമ്മൾ ഇത് ഉടച്ച് വെച്ച ഉടനെ തന്നെ നമ്മൾ കറി ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല ഫ്രഷ് കളറിൽ തന്നെ കിട്ടും. ഇത് ഞാനിത് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവിടെ ഒരു ഗസ്റ്റ് വന്നു. അന്നേരം ഞാൻ ഇത് ചെയ്ത് വെച്ചിട്ട് അവരോട് സംസാരിച്ച് അവർ പോയതിന് ശേഷം നോക്കുമ്പോൾ ഇതിൻ്റെ കളറ് മാറിയതാണ്. അത് നമ്മളൊരു കായ മുറിച്ച് വെച്ചാലും അങ്ങനെ തന്നെയല്ലേ, പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ ലേശം കഴിയുന്നേരത്തിന് അതിൻ്റെ സൈഡെല്ലാം കറുത്ത് പോകില്ലേ, അതുകൊണ്ടൊക്കെ കളർ മാറിയതാണ് ഇത് കേട്ടോ. കളർ മാറിയാലും ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമൊന്നും വരില്ല. ഇത് കുറച്ച് ചെറുപയർ മുളപ്പിച്ചെടുത്തതാണ്. ഇത് ചെറിയ ഉള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചും തേങ്ങയും ഒരു 4 ഇതള് വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടി ചതച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ കറിവേപ്പില, കടുക്, കുറച്ചും കുരുമുളക് പൊടി. നമുക്ക് ഈ കായയുടെ കറി ഉണ്ടാക്കുമ്പോൾ ഇതിനും കുറച്ചും കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇത്രയും വെച്ച് നമുക്ക് കറി ഉണ്ടാക്കാം. ഇത് പാൻ ചൂടായിട്ടാകുമ്പോൾ അതിൽ എണ്ണ ഒഴിച്ചു, കടുകിട്ടു, ചെറിയ ഉള്ളി ചതച്ചതും കൂടി ഇട്ടു, അതിൻ്റെ ഒന്നിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഓഫായി, ഞാൻ ഇതെല്ലാം ഇടുന്ന സമയത്തിലെ വീഡിയോ ഓഫായിപ്പോയി, അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും പറയുന്നത്. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മളെ മൗന്നി ഇടിച്ച് വെച്ചില്ലേ, ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെറുപയർ മുളപ്പിച്ച് അതും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. നമ്മളെല്ലാം ചെറുതായിരിക്കുന്ന സമയത്ത് വീട്ടിൽ വാഴക്കോലയെല്ലാം കൃഷി ഉണ്ടാവലുണ്ട്, വാഴക്കൃഷിയെല്ലാം ഉണ്ടാവലുണ്ട്. അന്നേരം വാഴ കൊത്തിയിട്ട് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇങ്ങനത്തെ മൗന്നി കറി വെച്ച് വരുമ്പോൾ നമ്മളെല്ലാം വിചാരിച്ച അന്നേരം കായെല്ലാം നമ്മൾ കടയിൽ കൊണ്ടു കൊടുക്കുമല്ലോ, ബാക്കി അതിൻ്റെ ഒഴിവ് വരുന്ന സാധനമല്ലേ ഇത്. ഇത് കടയിൽ എടുക്കാത്തത് കൊണ്ടായിരിക്കും നമുക്കിത് ഉണ്ടാക്കി തരുന്നതെന്ന് വിചാരിച്ചത്. പക്ഷേ ഈ മൗന്നി കറിക്ക് ഇത്രയും ടേസ്റ്റും ഇത്രയും നല്ലൊരു ഇതുകൊണ്ടൊന്നുമില്ലത് നമ്മൾ അടുക്കളയിൽ കയറാൻ തുടങ്ങിയതിന് ശേഷമാണ് അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷം നമുക്ക് മനസ്സിലായി ഇത് കടയിൽ എടുക്കാത്തത് കൊണ്ട് മാത്രമല്ല നമുക്ക് ഉണ്ടാക്കി തന്നത്. ഇത് നല്ലൊരു കറിയാണിത്. അപ്പോൾ ഇതിനൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് തീ സിമ്മിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി സെറ്റാക്കിയിട്ട് നമ്മൾ ഇതിൽ വെള്ളമൊന്നും ചേർത്തില്ല കേട്ടോ, വെള്ളമൊന്നും ചേർക്കണ്ട. ഇതൊന്ന് ചെറിയ തീയിൽ വെച്ച് കഴിഞ്ഞാൽ വെന്ത് കിട്ടും. പയറെല്ലാം നമ്മൾ മുളപ്പിച്ചെടുത്തതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. തീ സിമ്മിൽ വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിനെ തുറന്നിട്ട് നമ്മുടെ തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയിലും കൂടി ചതച്ചതുണ്ടല്ലേ, ഇതിട്ട് കൊടുക്കണമല്ലോ.
ഒരു 5 മിനിറ്റ് കഴിയട്ടെ. നമ്മുടെ മൗനിക്കറി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതും കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക്. ഇപ്പോൾ ഉണ്ടല്ലോ നല്ല ഒരു പച്ചമുളകും വെളുത്തുള്ളിയെല്ലാം ചതച്ചിട്ടാകുമ്പോൾ അതിൻ്റെ മണം, മറ്റേ ചെറിയ ഉള്ളിയും പയറും എല്ലാം കൂടി വന്നിട്ടില്ല, ആ ഒരു മണം എല്ലാം കൂടി നല്ലൊരു ഇതുണ്ട് കേട്ടോ. ഇത് കഞ്ഞിയെല്ലാം ആക്കിയിട്ട് അതിൻ്റെ കൂടെ കുടിക്കണം തോന്നുന്നു. എനിക്ക് ഇതിൻ്റെ മണം വരുമ്പോൾ ചൂട് കഞ്ഞിയിലൊന്നിച്ച് കുടിക്കണം തോന്നുന്നുണ്ട്. ലേശം കുരുമുളക് പൊടിയും കൂടി ചേർത്തെടുക്കാം നമുക്ക് ഇതിലേക്ക്. വേണ്ട എരിവ് വേണ്ട, ഇതിപ്പോൾ ഒരു 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇതിൽ. പച്ചമുളക് ചേർത്തതുണ്ടല്ലോ ഇതിന്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേണ്ട എരിവ് വേണ്ട. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിൽ. കുറച്ച് മതി, നമ്മൾ ഇതിൽ നേരത്തെ ചേർത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതിൻ്റെ ഒരു മണം മതി. ഒരു തുണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ മൗനിക്കറി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി കറിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എല്ലാവരോടും ഉണ്ടാക്കി നോക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. ഇതിപ്പോൾ നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങാൻ കിട്ടുന്ന സാധനമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വീട്ടിലെല്ലാം ഉണ്ടാക്കിയവരുണ്ട് എങ്കിൽ ഈ മൗനി കളയാതെ കണ്ടിട്ട് ഒന്നിങ്ങനെ കറി ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. നല്ല അടിപൊളി കറിയാണ്. നല്ലൊരു ഹെൽത്തി ഫുഡും കൂടിയാണ് ഇത്. നമ്മൾ പയർ മുളപ്പിച്ചതും ചേർക്കുന്നത്, പിന്നെ മൗനി എന്നെല്ലാം പറയുന്നത് ഒന്നും മായമില്ലാത്ത സാധനമല്ലേ. അപ്പോൾ അതെല്ലാം കൂട്ടിയാക്കുമ്പോൾ നല്ലൊരു ഹെൽത്തി ഫുഡും കൂടിയാണിത്. അപ്പോൾ കിട്ടുന്നവരെല്ലാം ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളും. പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.